ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചൂര മീൻ കറി വെച്ചാലോ? അതിനായിട്ട് ഞാൻ കുറച്ച് കഴുകിയ ചൂര എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 സ്പൂൺ, ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഉലുവാപ്പൊടിയാണ്. കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഇത് കുടംപുളി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നാക്കി ഇളക്കി ഇച്ചിരി ഉടഞ്ഞ് വരുന്നത് വരെ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. തക്കാളി വേഗം വെന്ത് വന്നോളും. നന്നായിട്ട് ഉടച്ച് എടുക്കുക. ഏകദേശം നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളുടെ പൊടികൾ, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി എപ്പോഴും ഒത്തിരി കൂടുതലാണ് നമ്മൾ ഇടുന്നത്. മീൻകറിക്ക് അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അതുമായിട്ട് മിക്സാക്കി എടുക്കുക. ആ തക്കാളി വഴറ്റിയതും എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ എടുക്കണം. മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ആ പച്ചമണം പോകുന്നത് വഴി ഒന്ന് മിക്സാക്കി നമ്മൾ എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ച് കറി നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളമായിട്ട് നമുക്ക് ഒഴിച്ച് കഴിക്കാനുള്ള പാകത്തിനാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അതങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് തീ നല്ല ഫുള്ളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുടംപുളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച കുടംപുളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വന്നതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇട്ട് കൊടുക്കുക, ചൂര ഇട്ട് കൊടുക്കുക. രണ്ടായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി
ഒരു 5 മിനിറ്റ് ഫുള്ള് ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കണം. മീനൊന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒന്ന് വീണ്ടും മീൻ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം. നല്ല ഫുള്ള് ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത് കൊണ്ട് കറി ആവശ്യത്തിന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് അത്രയും വെള്ളത്തിലല്ല, കുറച്ച് വറ്റിയേ കിട്ടുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിൽ കൂടി കുറച്ച് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് തുറന്ന് നോക്കുക. കറി റെഡിയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി എടുക്കുക. നല്ല മണം വരുന്നുണ്ട്. നല്ല കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.